അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. സംശുദ്ധത ഇവിടെ നമ്മുടെ ആരൊക്കെയായിരുന്നു? ഇർഷാദ് പുൽവട്ട, റിൻസി മാനുവൽ, നൌഷാദ്, ലിനീഷ് ഫോ, ഗ്രേസി സബാസും, ജിജു, ലെവിൻ പോൾ, വിപിൻ ബിന്നി, ജാസ്മിൻ അബ്ബാസും, ബ്ലസിയൽ ദോയും, ലില്ലി ചോളിയിലും, അരവും താമരയും, ഷാജി, സുലൈമാൻ, ഷിനോജ്, സുലേഖ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ നേരെ ആ വാർത്തയിലേക്ക് പോകുന്നത് ലോകായുക്തയിലേക്കാണ്. ലോകായുക്ത ബില്ലിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു അഴിമതി വിരുദ്ധ സംവിധാനമാണ്. അതെന്തായാലും സ്വാഹ. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിക്കുന്ന സർക്കാർ. രാഷ്ട്രപതിയുടെ തീരുമാനം ഗവർണർക്കും സംസ്ഥാന BJP നേതൃത്വത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തിരിച്ചടിയാണ്. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പൊതുപ്രവർത്തകൻ RS ശശികുമാർ പ്രതികരിച്ചു. ലോക്പാൽ ബില്ലിന് സമാനമാണ് ലോകായുക്ത ബില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ലിന് അനുമതി ലഭിച്ചതോടെ ഗവർണറുടെ അപ്പലേറ്റ് അധികാരം ഇല്ലാതാവും. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധിയുണ്ടായാൽ ഗവർണർക്ക് പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരായ വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചതോടെ സർക്കാർ ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ചു. അപ്പം തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതിനകത്ത് വിവേചനാധികാരമൊന്നും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് ഇപ്പോ ഈ രാഷ്ട്രപതി അംഗീകാരം നൽകിയതിലൂടെ വ്യക്തമാകുന്നത്. ഗവർണർക്ക് കനത്ത തിരിച്ചടിയുണ്ടായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുവൊടിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാക്കളും കുറ്റപ്പെടുത്തി. CPIM BJP അന്തർധാരയെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. ലോകായുക്ത ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി. അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പൊതുപ്രവർത്തകൻ RS ശശികുമാർ. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തീർച്ചയായിട്ടും ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതാണ്. രാഷ്ട്രപതി ഭവൻ തീരുമാനം അനുസരിച്ച് ഇനി ഗവർണർ ബില്ലിൽ ഒപ്പിടും. 24 തിരുവനന്തപുരം. ഫ്രാൻസിസ് പിടി പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ നെക്സസ് ടു ലോകായുക്ത ഇഷ്യൂ എന്ന് പറയുന്നു. ബഷീർ പറയുന്നു ഇനി ലോകായുക്തയ്ക്ക് പ്രസക്തിയില്ല, ഭരണകർത്താക്കൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് നിയമനിർമ്മാണം എന്ന് പറയുകയാണ്. ജോസ്ഫിൻ ജോസഫ് നാഷ്മുറിന് ധൈര്യമായിട്ട് രാഷ്ട്രീയക്കാർക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസ് കിട്ടി എന്ന് പറയുകയാണ്. ഉറപ്പായും നേരത്തെ കോൺഗ്രസ് കെ മുരളീധരൻ അടക്കം ഈ പറയുന്ന നെക്സസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഒരു അഴിമതി വിരുദ്ധ സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ പല്ലും നഖവും എന്തായാലും പിടിച്ചു പറിച്ച് കളഞ്ഞു എന്ന കാര്യം സത്യമാണ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതി പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രധാന പ്രതിപിടിയിൽ. ആക്രമണം ആസൂത്രണം ചെയ്ത അഖിലാണ് പോലീസ് പിടിയിലായതെന്നാണ് സൂചന. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് പിടിയിലായതെന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പേര് വെളിപ്പെടുത്താം എന്നും DYSP TN സജീവ് പറഞ്ഞു. ഇന്ന് പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകൾ ഉണ്ട്, പല സൂചനകളും ഉണ്ട്. ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവിടെ അന്തേവാസികളായ ആൾക്കാരാണ്. അവർ പ്രത്യേക വേറെ എവിടുന്ന് സംഘടിച്ച് വന്നൊന്നുമല്ല. അവിടെ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുൻപ് നേരിട്ടത് അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ. ഹോസ്റ്റലിലെ ആൾക്കൂട്ട വിചാരണയ്ക്കും മണിക്കൂറുകൾ നീണ്ട മർദ്ദനത്തിനും ശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ട് നിരീക്ഷിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. വിവരങ്ങളുമായി അരുൺ പാർക്കൽ ചേരുന്നു. അരുൺ, റാഗിംഗ് എന്നതിനൊക്കെ ഉപരി, റാഗിംഗ് തന്നെ നിയമവിരുദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതിലൊക്കെ ഉപരി അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണ, അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെയല്ലേ സിദ്ധാർത്ഥിന്റെ മരണത്തെ പറയേണ്ടത്? അരുൺ.
ഹാഷ്മി, റാഗിംഗ് എന്നതിലുപരി അതിക്രൂരമായ ഒരു വിചാരണയും അതോടനുബന്ധിച്ച് ക്രൂരമായ മർദ്ദനവും സിദ്ധാർത്ഥ് ക്യാമ്പസിനകത്ത്, അതായത് ഹോസ്റ്റലിനകത്ത് നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ ഒരു നടുത്തളമാണ്. ആ നടുത്തളത്തിനകത്ത് എന്തു നടന്നാലും അത് പുറത്തേക്ക് അറിയാൻ സാധിക്കില്ല. അവിടെ വെച്ച് മറ്റ് 130ഓളം വിദ്യാർത്ഥികളുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുക, അതായത് ആയുധം ഉപയോഗിച്ചും ബെൽറ്റ് ഉപയോഗിച്ചും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ മൊഴി അനുസരിച്ച് ഇക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിന് ഇതിന്റെ സൂചനകളുണ്ടായിരുന്നു. ആൾക്കൂട്ട മർദ്ദനം, ആൾക്കൂട്ട വിചാരണ ക്യാമ്പസിനകത്ത് നടന്നു, അത് ഹോസ്റ്റലിനകത്ത് നടന്നു എന്ന കാര്യം പോലീസിനൊരു അനുമാനമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അന്വേഷണമൊക്കെ തന്നെ പോയിരുന്നത്. ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 3 മണിക്കൂറിലേറെ, ഒരു തവണ 3 മണിക്കൂറിലേറെ സിദ്ധാർത്ഥിനെ തുടർച്ചയായി മർദ്ദിച്ചു. തുടർന്ന് ഹോസ്റ്റലിലെ മുറിയിൽ പൂട്ടിയിട്ട് സീനിയർ വിദ്യാർത്ഥികൾ നിരീക്ഷിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും സിദ്ധാർത്ഥ് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് സീനിയർ വിദ്യാർത്ഥികൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിനുശേഷം ഒരു പ്രശ്നവുമില്ലെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അവിടെ നിന്ന് സീനിയർ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോയത്. ആ സമയത്താണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. 18 പ്രതികൾ കേസിലുണ്ട്. ഇതിൽ 7 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി 11 പ്രതികളെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. 6 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പ്രധാന പ്രതിയിൽ ഉൾപ്പെട്ട ഒരാളെന്ന് സംശയിക്കുന്ന അഖിലെന്നാണ് പേര് നമുക്ക് സൂചന ലഭിക്കുന്നത്. അയാളെ പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം 6 പേരെ അറസ്റ്റ് ചെയ്തു. ഇന്ന് കസ്റ്റഡിയിലെടുത്ത ഒരാളെ കൂടി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി 11 പേരെ കണ്ടെത്താനുണ്ട്. ഇതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്, ക്യാമ്പസ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അറസ്റ്റിലായ ആളുകളിലും ഈ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. മാത്രമല്ല ക്യാമ്പസ് യൂണിയൻ നേതാക്കളും ഈ അറസ്റ്റിലായ ആളുകളിൽ ഉണ്ട് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ക്രൂരമായ പൈശാചികമായ ഒരു മർദ്ദനം സിദ്ധാർത്ഥ ക്യാമ്പസിനകത്ത് നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹാഷ്മി. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് പോലീസും ഒപ്പം ഡീനും വ്യക്തമാക്കുന്നുണ്ട്. ഡീന് കുറ്റക്കാരാരൊക്കെയാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നില്ലേ എന്നാണ് ഡീനിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായത്. അത് കൃത്യമായി തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു. ഈ കുറ്റവാളികൾ എല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടാണ് കോളേജ് അധികൃതരും ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. ഹാഷ്മി. യെസ്, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആദു എന്ന് പ്രശ്നം പറഞ്ഞു, ഒരു മൂല്യവുമില്ലാത്ത സമനില തെറ്റിയവന്മാരുടെ കയ്യിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഒരു രക്ഷയാകണമായിരുന്നു ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുകയാണ്. ആ ക്യാമ്പസ് പൊളിറ്റിക്സിന് നേതൃത്വം നൽകുന്നവർ തന്നെ ഈ അധമപ്പണിക്ക് മുന്നിൽ നിന്നു എന്നുള്ളത് ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ്. അതൊട്ടും നല്ല സൂചനയല്ല. കാര്യം പോയ കാലത്തെ ക്യാമ്പസുകൾ അങ്ങനെ ആയിരുന്നില്ല. പോയ കാലത്തെ ക്യാമ്പസ് പൊളിറ്റിക്സിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അത്തരം അധർമ്മ പണികൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെട്ടിരുന്ന ഒരു കൂട്ടം നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം അല്ലെങ്കിൽ പ്രവർത്തകർ നേരത്തെ ഉണ്ടായിരുന്നു. ഇതങ്ങനെ അങ്ങനെ അല്ലാതെ മാറുന്നു എന്നതിൻ്റെ ഭീകരമായ സൂചന ഇത് മാറുന്നുണ്ട്. ലില്ലി പറയുന്നു, എന്തൊരു ഹൃദയഭേദകമായൊരു വാർത്തയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം. സ്വന്തം സഹോദരനെ പോലെ കാണേണ്ട ഒരു സഹപാഠിയെ എത്ര ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. മർദ്ദനം മാത്രമല്ല, കൊലപാതകം ഉണ്ട്, മരിച്ചുപോയല്ലോ. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിനൊപ്പം എന്ന് ലില്ലി പറയുന്നു. ഉറപ്പായും പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നിൽ ഒരു സംഘം വിദ്യാർത്ഥികളെന്ന് പറയുന്നു മാതാവ് ഷീബ. എന്താണ് നടന്നതെന്ന് പറയാൻ ആരും തയ്യാറായില്ല. എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ഷീബ 24-നോട് പറഞ്ഞു. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്. അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. നമ്മളെ സഹിക്കുമ്പോൾ ആർക്കും ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ കയ്യിൽ ആരെ കയ്യിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കും? ഒന്ന് സംഭവിച്ചു, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പോലും അവർക്ക് അറിയില്ലെന്ന് വെച്ചാൽ ഉപദ്രവിച്ചവരെ മാത്രമല്ല, ഇതിനെ ഏതൊക്കെ രീതിയിൽ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിനു വേണ്ടിയാണ് ഇനിയുള്ള പ്രവർത്തനം. അവനെ പോലെ ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടാ. അക്ഷയ് ചോദിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. പടം കണ്ടിട്ട് കൂടെയുള്ളവർ മണ്ണുണ്ണികളാണോ? ഒരുത്തനെ അതിക്രൂരമായി റാഗിങ് ചെയ്ത് പട്ടിണി കിട്ടിയിട്ടും പ്രതികരിക്കാൻ അറിയില്ലേ? ബാക്കി ജീവിതകാലം മുഴുവൻ ഈ കുറ്റബോധം നിങ്ങളെ വേട്ടയാടും എന്ന് പറയുകയാണ്. അപ്പോൾ അതും ഒരു ചോദ്യമാണ്, അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൂടെയുള്ള സഹപാഠിക്ക് ഇത്തരത്തിൽ ദുരവസ്ഥ നേരിടുന്നു എന്നുള്ള കാര്യം ഹോസ്റ്റലിലെ കുട്ടികൾക്ക് അറിയാത്തതല്ല. ആ കോളേജിലേക്ക് കുട്ടികൾക്ക് അങ്ങനെ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ആണോ?
അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ കുറ്റബോധം വേട്ടയാടുമെന്ന് അക്ഷയ് പറയുന്നതിനോട് 100% യോജിക്കുന്നു. വേറൊരു പക്ഷം പറയുകയാണ്, ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ അത് തടയാൻ അവിടെ സെക്യൂരിറ്റിയോ വാർഡനോ ഇല്ലേ എന്ന് അതുല്യ ചോദിക്കുന്നുണ്ട്. അതും ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും അതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ, മാതൃകാപരം ഇനി ഒരു ക്യാമ്പസിലും ഒരു ഹോസ്റ്റലിലും അങ്ങനെ ഉണ്ടാവാത്ത വണ്ണം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഹിമാചൽ കൈവിടാതിരിക്കാൻ കോൺഗ്രസിൻ്റെ പോരാട്ടം. ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കി. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചാണ് നടപടി. മറ്റ് കോൺഗ്രസ് MLA-മാർ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. AICC നിയമിച്ച നിരീക്ഷകർ ഇന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് റിപ്പോർട്ട് കൈമാറും. രാജ്യപ്രഖ്യാപനം മയപ്പെടുത്തിയെങ്കിലും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിക്രമാദിത്യ സിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്ന ഫോർമുലയാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ. നിതിൻ അംബുജനുണ്ട്. നിതിൻ നിൽക്കുന്നത് ഷിംലയിലാണ്. നിതിൻ, അധികാര തർക്കമാണ്, അധികാര കൊതിയൊക്കെയാണ്. നമ്മളത് അതാദ്യമായി കാണുന്നതല്ല. അപ്പോൾ അധികാര കൊതിക്ക് ആനുപാതികമായ രീതിയിൽ തീരുമാനമുണ്ടായാൽ ആ കോൺഗ്രസ് സർക്കാരിനെ നിലനിർത്താൻ കഴിയും, കൂറുമാറ്റം അല്ലെങ്കിൽ മറുകണ്ഠം ചാട്ടം തടയാൻ കഴിയും എന്നതാണോ ഹൈക്കമാൻഡ് പ്രതീക്ഷ? ആ വഴിക്കാണോ ആലോചന? ഹാഷ്മി, അധികാര തർക്കം മൂലം മുൻപ് തന്നെ പല സംസ്ഥാനങ്ങളും കോൺഗ്രസിനെ കൈവിട്ടുപോയ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു അനുഭവം കോൺഗ്രസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് ഹിമാചലിലെ സാഹചര്യം വളരെ വേഗത്തിൽ തന്നെ അത് പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഹൈക്കമാൻഡ് ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. നിരീക്ഷകർ ഇപ്പോഴും ഷിംലയിൽ തുടരുന്നുണ്ട്. MLA-മാരുമായും വിക്രമാദിത്യ സിംഗുമായും ഇപ്പോൾ നിരീക്ഷകർ ഇപ്പോൾ സംസാരിച്ചു വരികയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിലെ ഭരണത്തിലുള്ള ഏക സംസ്ഥാനത്തെ കൈവിടാൻ പരമാവധി നിലനിർത്താനുള്ളൊരു ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആശ്വാസകരമായ നിലയിലാണ് ഉള്ളത്. അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ബജറ്റ് സമ്മേളനത്തിലെല്ലാം തന്നെ അത് നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതോടെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാത്രമല്ല 6 MLA-മാരെ ഇപ്പോൾ അയോഗ്യരാക്കിയിട്ടുണ്ട്. രജീന്ദ്ര റാണ, സുധീർ ശർമ്മ, ഇന്ദ്രദത്ത് ലഖൻപാൽ, ദേവേന്ദ്ര കുമാർ ഭൂട്ടോ, രവി ഠാക്കൂർ എന്നിങ്ങനെ 6 MLA-മാരെയാണ് ഇപ്പോൾ സ്പീക്കർ അയോഗ്യരാക്കിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ ഇപ്പോൾ 62 കുറഞ്ഞിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷം ഇതിനെ തന്നെ കോൺഗ്രസിന്റെ മറികടക്കുന്നുള്ള സംഖ്യ കോൺഗ്രസിനുണ്ട്. കാരണം 34 MLA-മാരുടെ വോട്ട് മനു അഭിഷേക് സിംഗിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ മറ്റ് ആശങ്കകളില്ല. പക്ഷേ BJP-യുടെ ഭാഗത്തും ഇപ്പോഴും കോൺഗ്രസിലുള്ള അസ്വസ്ഥരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചരടുവലികൾ നടക്കുന്നുണ്ട്. അത് പരമാവധി വേഗത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ വീണ്ടും ഒരു തിരിച്ചടിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ ഷിംലയിൽ തന്നെ തുടരുന്നു. ഇവരുമായി സംസാരിച്ചു വരുന്നു. ഇന്ന് രാവിലെ സുഖ്വീന്ദർ സിംഗ് സുഖുവുമായും 26 MLA-മാർ യോഗം ചേർന്നിരുന്നു. യോഗത്തിലടക്കം ഇപ്പോൾ MLA-മാർ സുഖ്വീന്ദർ സിംഗ് സുഖുവിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 5 വർഷം സുഖ്വീന്ദർ സിംഗ് സുഖു തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും മറ്റ് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഈ പ്രശ്നങ്ങളടക്കം വേഗത്തിൽ പരിഹരിക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളൊരു ഫോർമുലയാകും മുന്നോട്ട് വയ്ക്കുക. അതിനോട് പ്രതിഭാ സിംഗും അല്ലെങ്കിൽ വിക്രമാദിത്യ സിംഗും ഏത് നിലയിൽ പ്രതികരിക്കുമെന്ന് ശ്രദ്ധേയമാകും. 2022 ഡിസംബർ 11-നാണ് സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചത്. അന്ന് തന്നെ പ്രതിഭാ സിംഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശം തന്നെ മുഖ്യമന്ത്രിയാക്കണം അല്ലെങ്കിൽ വിക്രമാദിത്യ സിംഗിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. പക്ഷേ അതിനോട് നേതൃത്വം വഴങ്ങിയില്ല. പിന്നീട് സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ളൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കണ്ടത്. വലിയ നാടകീയത സംഭവിച്ചിരുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സർക്കാരിനെ തന്നെ നിലനിർത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിലയിൽ തന്നെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഷിംലയിൽ തുടരുന്നത്. അതോടൊപ്പം തന്നെ അതൃപ്തരായ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP-യുടെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. അയോഗ്യരായ MLA-മാർ ഇപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളയിലാണ് ഉള്ളത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ്. എന്ന് പറഞ്ഞാൽ ആയാറാം ഗയാറാം രാഷ്ട്രീയം വളരെ സജീവമായി അങ്ങനെ തിടം വെച്ച് പ്രാപിക്കുന്നു. അപ്പോൾ അതിൽ ആണ് ഹിമാചൽ സർക്കാർ വീഴാൻ പോകുന്നു. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചന. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി വേണേൽ മാറ്റിക്കളയാം എന്നുള്ള ആലോചനയൊക്കെ ഹൈക്കമാൻഡ് എത്തുകയാണ്. കാത്തിരുന്ന് കാണാം ഏത് അളവിലാണ് എക്സ്റ്റെൻഡ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത കുറുനരി കുഞ്ഞുങ്ങളെ പിടികൂടി എന്നുള്ളതാണ്. ഓവുചാലിൽ നിന്നും 4 കുറുനരി കുഞ്ഞുങ്ങളാണ് പിടികൂടിയത്. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ 19 വാർഡിൽ നിന്നാണ് പിടികൂടിയത്. പിടികൂടിയ കുറുനരി കുഞ്ഞുങ്ങളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈമാറും. ഈ കുറുനരി എന്ന് പറയുന്ന മറ്റ് ജീവികളെ പോലെയല്ല. ഒട്ടുമിക്ക കുഞ്ഞുകുട്ടികളുള്ള അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുള്ള എല്ലാ വീട്ടകങ്ങളിലും കുറുനരി വളരെ പരിചിതമായ ഒരു ജീവിയാണ്. കാര്യം ഡോറാബുജിയിലെ ഡോറയുടെ വളരെ അടുത്ത സുഹൃത്താണ് കുറുനരി. കുറുനരി മോഷ്ടിക്കരുത് എന്ന് ഡോറയുടെ ഉപദേശം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അധികം കേൾക്കാറില്ലെങ്കിലും എൻ്റെ മോള് കുഞ്ഞായിരുന്നപ്പോൾ സ്ഥിരം കേൾക്കുന്ന ഡയലോഗായിരുന്നു ഡോറാബുജി. അപ്പോൾ കുറുനരി പിടി, അപ്പോൾ യഥാർത്ഥ കുറുനരി ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:23:05 ഉത്സവപ്പറമ്പിൽ നിന്നും റോഡമിൻ ബി കലർന്ന മിഠായികൾ പിടികൂടി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പാലക്കാട് മണപ്പുള്ളിക്കാവിൽ ഉത്സവപ്പറമ്പിൽ നിന്നും റോഡമിൻ ബി കലർന്ന മിഠായികളാണ് പിടികൂടിയത്. പാലക്കാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മിഠായികൾ. ഈ റോഡമിൻ ബി എന്താണെന്നും അതിൻ്റെ
വസ്ത്രങ്ങളിൽ നിറം പകരാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഈ റോഡമിൻ ബി. അപ്പോൾ അത് ശരീരത്തിൽ ചെന്നാൽ ക്യാൻസർ, കരൾ രോഗം അടക്കം ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് മുട്ടായിൽ അത് ഉണ്ടാകുന്നതെന്നറിയില്ല. അത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തുമ്പോൾ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊരു പ്രേക്ഷകൻ പറയുകയാണ്, ഷെരീഫ്, ചൂടുകാലമാണ്, കുട്ടികൾ പുഴയിൽ പോയി അപകടത്തിൽപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ന്യൂസിൽ പറയണേ എന്ന് പറയുന്നു. അത് ചൂടുകാലത്ത് മാത്രമല്ല മഴക്കാലത്തും വെള്ളം നിറഞ്ഞു നടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത്തരം സങ്കട വാർത്തകൾ കേൾക്കാറുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്താണ് അതിൻ്റെ പൂർണ്ണമായ വൈബിലേക്ക് കടക്കുന്നു കേരളം. പ്രചരണമൊക്കെ ഫുൾ ഓണായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കെ സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് എംപിമാരുടെ പട്ടിക AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറി KPCC. ആലപ്പുഴയിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല. മറ്റുള്ള മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രമേ നിർദ്ദേശമുള്ളൂ. വയനാട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി മാറ്റം വേണമോ എന്ന കാര്യം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. MG പ്രതീഷാണ് ആ വാർത്തയോട് വിവരങ്ങൾ വച്ചിരുന്നത്. പ്രതീഷ്, കേട്ട പേരുകളിൽ നിന്നും മാറി വരാനുള്ള സാധ്യത ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്? കണ്ണൂരിൽ കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴുമായോ? വയനാട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും? MG പ്രതീഷ്. ഹാഷ്മി, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ആദ്യഘട്ടം മുതൽ ഈ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അക്കാര്യത്തിൽ ഒരു ധാരണയുമായിരുന്നു. പക്ഷേ പിന്നീട് വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് കൂടി അറിയിച്ച ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കണ്ണൂരിലും വയനാട്ടിലും ഒറ്റ പേര് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒറ്റ പേരുള്ള ഒരു പാനൽ മാത്രമാണ് നിലവിൽ കണ്ണൂരിലും വയനാട്ടിലും നൽകിയിരിക്കുന്നത്. കാരണം നിലവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്ന ഒരു നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും പേര് കണ്ണൂരിലും വയനാട്ടിലും നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആലപ്പുഴയിൽ നേരത്തെ KC വേണുഗോപാലിന്റെ പേരായിരുന്നു സജീവ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാൽ മത്സരിക്കണമെന്നൊരു വികാരം പാർട്ടിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ആരുടെയും പേര് ആലപ്പുഴ മണ്ഡലത്തിൽ നിർദ്ദേശിച്ചിട്ടില്ല. കണ്ണൂരിലും വയനാട്ടിലും ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അടക്കം ഹൈക്കമാൻഡ് അടക്കമാണ് ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുന്നത്. ആ തീരുമാനം അറിഞ്ഞ ശേഷം ആലപ്പുഴയിൽ ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രധാനമായും സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ആലപ്പുഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. നേരത്തെ ന്യൂനപക്ഷ പ്രാതിനിധ്യം അടക്കം കൂടുതലായി വേണമെന്ന ഒരു നിർദ്ദേശം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് ആലപ്പുഴ സീറ്റ് നിലവിൽ ഒഴിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും വയനാട്ടിലും കണ്ണൂരിലും രാഹുൽ ഗാന്ധിയും കെ സുധാകരനും മത്സരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഹൈക്കമാൻഡ് നിലപാടായിരിക്കും ഏറ്റവും നിർണായകമായി വരുന്നത്. മറ്റ് ഇടങ്ങളിലടക്കം വിജയപ്രതീക്ഷയുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പാനലാണ് ഇതിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും വേഗം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഒരു ഒരുക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളടക്കം ഇപ്പോഴേ കളം നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അന്തിമ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. വരുന്ന ആഴ്ച തന്നെ ഈ മാർച്ച് 2 or 3 തീയതികളിൽ സംസ്ഥാന നേതാക്കൾ ഡൽഹിയിലെത്തും. അവിടെ ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കൂടിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കൂടിയപ്പോൾ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഈ പട്ടിക അടക്കം ഇനി ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും. ഹാഷ്മി. MG പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറയുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. നിലപാട് നേതൃത്വത്തെ അറിയിച്ചു. പകരക്കാരനായ KPCC ജനറൽ സെക്രട്ടറി K ജയന്തിന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം അന്തിമ തീരുമാനമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനു മുൻപ് തന്നെ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന നിലപാട് കെ സുധാകരൻ പ്രധാന നേതാക്കളെ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ, KPCC പ്രസിഡന്റ് പദവിയും സ്ഥാനാർത്ഥിത്വവും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ പ്രയാസം എന്നിവയാണ് പിന്മാറ്റത്തിന് കെ സുധാകരൻ നിരത്തിയ ന്യായങ്ങൾ. കണ്ണൂരിൽ പകരക്കാരനായി KPCC ജനറൽ സെക്രട്ടറി K ജയന്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും സുധാകരൻ മുന്നോട്ട് വെച്ചു. സുധാകരന്റെ വിശ്വസ്തനാണ് K ജയന്ത്. നിലപാട് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും സുധാകരൻ ആവർത്തിച്ചു. മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ അറിയിച്ചതായി രമേശ് ചെന്നിത്തല. KPCC പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളതാണ്. മത്സരിക്കാൻ താല്പര്യമില്ല. 2 പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല, സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാണ്.
ശക്തരായ പകരക്കാരുണ്ടെന്ന് കെ മുരളീധരൻ. ഏതായാലും ഇപ്പോഴധികം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, UDF വേണ്ടി. സുധാകരൻ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ MV ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല, അത് കുറെ കൂടെ എളുപ്പമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ മാറ്റങ്ങൾക്ക് നീക്കം സജീവമാണ്. ഇക്കാര്യം കൂടി മുന്നിൽ കണ്ടാണ് സുധാകരന്റെ പിന്മാറ്റം. ഹൈക്കമാൻഡ് നിലപാടാകും ഇനി നിർണായകമാവുക. 24 കണ്ണൂർ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ കൂടുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമല്ല കേട്ടോ, നേരത്തെ പൗത്രൻ പതനെ പറ്റി വെച്ചിരുന്നു ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂടെന്ന്. ഇന്നും നാളെയും കണക്ക് വരുമ്പോൾ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും. എത്രയാണ്? 38 ഡിഗ്രി സെൽഷ്യസ്, ഭയങ്കര ചൂടാണ്. പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും. എന്ന് പറഞ്ഞാൽ സാധാരണയേക്കാൾ 2 മുതൽ 4% വരെയുള്ള ചൂട് കൂടുതലാണ്. താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും 36% മുകളിലേക്ക് ചൂട് വരും നാളെ മറ്റന്നാളൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ കൊടുംചൂടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ സൂക്ഷിക്കുക, പുറത്തേക്ക് ഇറങ്ങും, കുടയെടുക്കുക. പരമാവധി ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയുന്നവർ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളത്, ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ചൂട് കൂടിയതോടെ വാക്പോര് കടുപ്പിച്ച് രാഷ്ട്രീയ നേതാക്കൾ. മോദി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയാലും BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസം. CPIM ഒരു പ്രാദേശിക പാർട്ടിയാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തിരിച്ചടിച്ചു. ഒരു മുഴം മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണം കൊഴുപ്പിക്കുന്നു LDF. മറുവശത്ത് BJPയും UDFും ആലോചനകളിലാണ്. പക്ഷേ പോരാട്ടച്ചൂട് അറിഞ്ഞും അറിയിച്ചുമുള്ള പ്രസ്താവനകൾക്ക് ഒരു കുറവുമില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനാകില്ലെന്ന് MV ഗോവിന്ദൻ. ഇനി പ്രധാനമന്ത്രി ഇവിടെ തന്നെ താമസിക്കുന്നു, കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ താമസിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ സംവിധാനത്തെയും തകർത്ത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തെ മാറ്റാനാവില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. രാഹുൽ ഗാന്ധി BJP ശക്തി കേന്ദ്രത്തിൽ മത്സരിക്കണമെന്നും മാസപ്പടിയൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആകില്ലെന്നും 24 ആൻസർ പ്ലീസിൽ CPIM സംസ്ഥാന സെക്രട്ടറി. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്ന രാഷ്ട്രീയത്തിൻ്റെ കുന്തമുനയായിട്ട് നിലകൊള്ളേണ്ടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം കേരളത്തിലാണോ മത്സരിക്കേണ്ടത്, അല്ല UPയിലാണോ, അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയുടെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ്. CPIMനെ ആകെ പരിഹസിച്ചാണ് BJP തിരിച്ചടിച്ചത്. LDF എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയാണ്. അവർക്ക് കേരളത്തിൽ ഗോവിന്ദ മാഷ്ക്ക് പ്രഖ്യാപിക്കാം. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർലമെന്ററി വോട്ടിനെ പ്രഖ്യാപിക്കാൻ പറ്റും. കൊടുംവെയിലിനൊപ്പം വാഗ്വാദങ്ങളും വരും ദിവസങ്ങളിൽ തിളച്ചുമറിയും. 24 തിരുവനന്തപുരം. പ്രവീൺ പേരളം പറയുന്നുണ്ട് കേട്ടോ, കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂർ മണ്ഡലം കൈവിടും എന്ന് പറയുന്നുണ്ട്. അത്തരം നിലപാട് വെച്ച് പുലർത്തുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. എന്തായാലും കണ്ണൂരിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും മാത്രമാണ് ഒറ്റപ്പേരുള്ള പട്ടികയിൽ. അതിപ്പോൾ തീരുമാനിക്കേണ്ടത് പക്ഷേ കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയാണ്. മത്സരിക്കാനില്ല എന്ന നിലപാട് എന്തായാലും കെ സുധാകരൻ കൈക്കൊള്ളുകയാണ്. അധികം വൈകാതെ തന്നെ അതിൽ തീരുമാനം എന്തായാലും ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം അറിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. ആശയക്കുഴപ്പങ്ങളില്ലാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുൻപേ പ്രചരണം തുടങ്ങാൻ കോൺഗ്രസ് നേതൃത്വം അനുമതി കൊടുത്തു. പല മണ്ഡലങ്ങളിലും സിറ്റിംഗ് MPമാർക്ക് വേണ്ടി ചുവരെഴുത്തുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ പ്രചരണം തുടങ്ങാൻ നിർദ്ദേശം കിട്ടിയതായി പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കുന്നു. LDF പ്രചാരണത്തിലേറെ മുന്നേറിയ സാഹചര്യത്തിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്ക് നിർദ്ദേശം ലഭിച്ചത്. ആശയക്കുഴപ്പങ്ങളില്ലാത്ത മണ്ഡലങ്ങളിലാണ് പ്രചാരണം തുടങ്ങിയത്. തൃശൂരിൽ TN പ്രതാപനു വേണ്ടിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനു വേണ്ടിയും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനു വേണ്ടിയും ചുവരെഴുത്തുകൾ തുടങ്ങി. ചുവരെഴുതാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചെന്ന് മണലൂർ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അപ്പൂസ് അരിമ്പൂർ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക നിർദ്ദേശത്തോടെയാണ്? അതെ, ഔദ്യോഗിക നിർദ്ദേശപ്രകാരമാണ്. മണലൂര് പല സ്ഥലങ്ങളിലും എഴുതുന്നുണ്ടോ? ഇല്ല, ഞാൻ ഈ അരിമ്പൂര് മാത്രമേ. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫീൽഡിൽ ഇറങ്ങണമല്ലോ. ഫീൽഡിൽ വർക്ക് ചെയ്യാണ്ട് നമുക്ക് വോട്ട് കിട്ടില്ലല്ലോ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേരിൽ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു. നഗരൂർ പഞ്ചായത്തിലെ വെള്ളല്ലൂരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. എന്താണ്ട് ഇവിടെയാണെങ്കിലേ റീന സദേശ് ചോദിക്കുന്നു, ഹാഷ്മി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എന്തുണ്ട് എക്സ്പീരിയൻസ്? ക്രിസ്റ്റ്യാനാണോ ഹാഷ്മിയാണോ നന്നായി അഭിനയിച്ചത്? എൻ്റെ ചേച്ചി അതങ്ങനെ അങ്ങനെ സിനിമയിലെ വലിയ റോളൊന്നുമില്ല. നമ്മൾ ഈ വാർത്ത വായിക്കുന്നത് വെള്ളിമുഖലൊക്കെ പറഞ്ഞ പോലെ വാർത്ത വായിക്കുന്ന പോലെ ഒരു ഭാഗം, അതായത് ആ സിനിമയുടെ
സംഭവ സ്ഥലത്ത് നിന്നും എന്ന സിനിമയുടെ ഭാഗമായി അതിൻ്റെ ആ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു വാർത്ത വായിക്കുന്ന ഒരു ഭാഗം. വളരെ അഭിനയമൊന്നുമില്ല, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന വാർത്ത വായിക്കലാണ്, അതുപോലെ വാർത്ത വായിച്ചതല്ല, അല്ലാതെ വലിയ അഭിനയമൊന്നും അതിനകത്തില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ കേരളത്തിലെത്തി. നാളെ മുതലാണ് പ്രചാരണം. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലൂടെയാകും ജില്ലയിൽ LDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമാവുക. ദേശീയ നേതാവിനെ തന്നെ ജില്ലയിൽ കളത്തിലിറക്കിയതിന്റെ ആവേശത്തിലാണ് CPI. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആനി രാജ കേരളത്തിലെത്തുന്നതോടെ വേഗത കൂടും. നാളെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും. രാവിലെ മാനന്തവാടിയിലും തുടർന്ന് സുൽത്താൻ ബത്തേരിയിലുമാകും റോഡ് ഷോ. കേരളത്തിന് അഭിമാനമാണ്, ഇന്ത്യക്ക് അഭിമാനമാകുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് CPI പ്രാവശ്യം മത്സരരംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്ര വലിയ എതിരാളിയാണെങ്കിലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായി തോന്നുന്നില്ല. മണിപ്പൂർ കലാപം പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ആനി രാജ കൈക്കൊണ്ട നിലപാട് മണ്ഡലത്തിൽ ചർച്ചയാകും. ജില്ലയിലെ ക്രൈസ്തവ വോട്ടുകൾ ഇക്കാര്യത്തിൽ അനുകൂലമാകുമെന്നാണ് LDFിന്റെ പ്രതീക്ഷ. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി MPയുടെ അഭാവം LDF പ്രചരണ വിഷയമാക്കും. രാഹുൽ ഗാന്ധിക്ക് പകരം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും UDFിന് വേണ്ടി കളത്തിലിറങ്ങിയാൽ ഉണ്ടാകാനിടയുള്ള ഗ്രൂപ്പ് പോര് ആനി രാജയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും CPI നേതൃത്വം കണക്കുകൂട്ടുന്നു. 24 വയനാട്. ഇപ്പോൾ വരുന്ന വാർത്ത, ചേർത്തലിൽ യുവതി കടയ്ക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. എക്സ്റേ ജംഗ്ഷനിൽ തുണിക്കട നടത്തുന്ന രാജിയാണ് മരിച്ചത്. ഭർത്താവുമായി വഴക്കിട്ട ശേഷം ഇന്നലെ രാത്രി കടയിൽ വരികയായിരുന്നു. ഭർത്താവ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പറയുന്നു. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട സങ്കട വാർത്തകളുടെ തുടർച്ച ഉണ്ടാവുകയാണ് ഇന്നും. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാക്കി UDF. തെരഞ്ഞെടുപ്പിന് മുൻപ് കേസിൽ വിധി വന്നാൽ കേരളമാകെ ചർച്ചയാകുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP 24നോട് പറഞ്ഞു. പെരിയ കേസ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ പ്രതികരണം. പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളത്തെ CBI കോടതിയിൽ ഉടൻ പൂർത്തിയാകും. ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള UDFിന്റെ നീക്കം. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കേസിൽ വിധി വരുന്നതെങ്കിൽ അത് കാസർഗോട്ടും മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താമെന്നാണ് കണക്കുകൂട്ടൽ. കല്യോട്ട് നടന്ന ദാരുണമായ കൊലപാതകം ഇന്നും ജനഹൃദയങ്ങളിൽ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതിന് വിചാരണ നടക്കുന്നതല്ലേ ഉള്ളൂ, പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വരുന്നതെങ്കിൽ ഇത് കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. അതേസമയം കേസ് UDFിന്റെ രാഷ്ട്രീയ ആയുധം മാത്രമാണെന്ന് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ 24നോട് പറഞ്ഞു. കേസിലെ വിധി സംബന്ധിച്ച് LDFിന് ഭയമില്ലെന്നും MV ബാലകൃഷ്ണൻ. UDFുകാർ ഇത് പാർട്ടിക്കെതിരെ, അത് രാഷ്ട്രീയ ആയുധമാണ് അവരത്. പക്ഷേ ഇവിടുത്തെ നല്ലതുപോലെ മനസ്സിലാക്കിയ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ കേസിൻ്റെ വിധി അത് വരട്ടെ. ഞങ്ങളിതിൽ കേസിൽ ഇടപെടാൻ കാരണം എന്താ? പാർട്ടിയുടെ നേതാക്കന്മാരെ ഇതിനകത്ത് പ്രതികളാക്കി. കേസിൽ പങ്കില്ലെന്ന വാദമുയർത്തുമ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് വിധി വരുന്നതെങ്കിൽ TP കേസ് വിധിക്ക് പിന്നാലെയുള്ള ഇരട്ടിപ്രഹരമാകുമെന്ന ആശങ്ക CPIഎമ്മിനുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതിയായ കേസിൽ ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ പ്രതിരോധം എളുപ്പമാകില്ല. അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. ആര്യ പറയുന്നുണ്ടോ, സുധാകരൻ ഇല്ലെങ്കിൽ കണ്ണൂർ പോകും, അല്ലെങ്കിൽ തന്നെ ആലത്തൂരും കാസർഗോഡും തൃശ്ശൂരും മാവേലിക്കരയും വടകരയും ഒക്കെ സംശയമാണെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ രാഷ്ട്രീയ പ്രതീക്ഷകൾ, നിരാശകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രകടമാണ്. അതുറപ്പായും അതങ്ങനെ തന്നെയാണല്ലോ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും. വൈകിട്ട് ഡൽഹി BJP ആസ്ഥാനത്ത് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമറിയാം. കേരളത്തിൽ 8 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. പത്തനംതിട്ടയിൽ PC ജോർജിനെ അംഗീകരിക്കില്ല എന്ന് BDJS ആവർത്തിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. 100ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും ജയസാധ്യതയുള്ള സീറ്റുകളും UPയിൽ കഴിഞ്ഞ 2 തവണയും പരാജയപ്പെട്ട സീറ്റുകളും ഇതിൽ ഉൾപ്പെട്ടേക്കും. വാരണാസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സീറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമറിയാം. കേരളത്തിലെ 6 A+ മണ്ഡലങ്ങൾ അടക്കം 8 സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ PC ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് BDJS. ഷോൺ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിട്ടുവീഴ്ചയാകാമെന്നാണ് BDJSന്റെ നിലപാട്. ഇന്ന് ഡൽഹിയിലെത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി BJP ദേശീയ നേതൃത്വത്തെ സാഹചര്യം ധരിപ്പിക്കും. 24 ഡൽഹി. റാഹേൽ നജീബ് പറയുകയാണ്, ഹാഷ്മി പറഞ്ഞതുപോലെ കുട്ടികളുടെ കൂടെ കൂടി കാർട്ടൂൺ കണ്ടാൽ നമ്മളും അവരിൽ ഒരാളാകും. കുട്ടി കഥാപാത്രങ്ങൾ ആരാധകരാകുമെന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷേ
അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ കുട്ടികൾ കാണുന്ന കാർട്ടൂണിൽ ഒരു കാത് എപ്പോഴും കൊടുക്കണം. കാര്യം ചില കാർട്ടൂണൊക്കെ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വളരെ മോശം ചില പരാമർശങ്ങളൊക്കെ ആ കാർട്ടൂണിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്ത് സാധാരണ പറയാറില്ലാത്ത ചില പ്രയോഗങ്ങളും കുട്ടികൾ ആ സമയത്തെ പ്രായമുള്ള കുട്ടികളാണ്, പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഇത് പതിയും. അപ്പോൾ അത് കാരണം ഒരു ശ്രദ്ധ എന്തായാലും കുട്ടികൾ കാണുന്ന കാർട്ടൂണിൽ വേണം. ഇന്ന് ഇക്കാലത്തിൻ്റെ പ്രശ്നമാണ്. വേറൊരു പ്രശ്നം ചോദിക്കുന്നുണ്ട്. ജാസ്മിനാണ് 4 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ബർത്ത്ഡേ ആഘോഷിക്കുന്ന സെറോമോൾക്ക് ആശംസകൾ പറയാം. ഹാപ്പി ബർത്ത്ഡേ സെറോമോൾ. പക്ഷേ അങ്ങനെ പ്രശ്നം 29-ാം തീയതി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അത് നൈസായിട്ട് 28-ാം തീയതി അങ്ങ് ഫിക്സ് ചെയ്യണമെന്നേ. 4 വർഷത്തിലൊരിക്കൽ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷം ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് 4 വർഷത്തിലൊരിക്കൽ ആക്കണ്ട, 28-ാം തീയതി ആക്കിയാൽ ഒരു ദിവസമല്ലേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും CMRലുമെതിരെ അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരത്തെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി വിജിലൻസിനോട് റിപ്പോർട്ട് തേടി. മാർച്ച് 14-ന് ഹർജി വീണ്ടും പരിഗണിക്കും. മാസപ്പടിയും CMRലും ഒക്കെ വീണ്ടും സജീവ ചർച്ചയിലേക്കുമൊക്കെ വരികയാണ്. അപ്പോൾ അതിങ്ങനെ തുടരുകയാണ്. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷേഖിനെ അറസ്റ്റ് ചെയ്തു. നോർത്ത് 24 പർഗാനയിലെ മീനാഖാനിൽ നിന്നാണ് പുലർച്ചെ 4 മണിക്ക് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതി 10 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 55 ദിവസമാണ് ഷാജഹാൻ ഷേഖ് ഒളിവിൽ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചെങ്കിലും EDയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യം നിഷേധിച്ചു. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ ലൈംഗിക ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ ഷാജഹാൻ കൂടുതൽ പ്രതിരോധത്തിലായി. ഷാജഹാനെ അറസ്റ്റ് ചെയ്ത പോലീസ് EDക്കെതിരെയും ആരോപണം ഉന്നയിച്ചു. അറസ്റ്റ് ഒത്തുകളിയെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. അറസ്റ്റിനു പിന്നാലെ ജാമ്യത്തിനായി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അടിയന്തരമായി പരിഗണിക്കേണ്ട ആവശ്യമില്ലെന്നും ഷാജഹാനെതിരെ 42ഓളം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഷാജഹാന്റെ വസതിക്ക് മുന്നിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. സന്ദേശ് ഖാലിയിലെ വിവിധ ഇടങ്ങളിൽ നിരോധനാജ്ഞയും ഇതിനോടകം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ വനിതകളെ പരിഗണിക്കാത്ത എന്താണെന്ന് ആര്യ ചോദിക്കുന്നുണ്ട്. LDF 3 എങ്കിലും വന്നത് ഭാഗ്യം, UDFൽ രമ്യ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇനി എന്നാണ് ഇതിൽ വനിതകൾക്ക് തുല്യത കിട്ടുക എന്ന് പറയുന്നത് കാലാകാലം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ചോദ്യമാണ്. ആര്യയെ പോലെയുള്ള കുട്ടികളുടെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പാർട്ടി നേതൃത്വങ്ങൾ, രാഷ്ട്രീയ ഭേദമന്യേ പാർട്ടി നേതൃത്വങ്ങൾ വളരെ സജീവമായി കാണേണ്ട ഒന്നുമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ അസ്ഥിരത തുടരുന്നു. സെൻസെക്സും നിഫ്റ്റിയും ഫ്ളാറ്റായി വ്യാപാരം തുടരുന്നു. ഓട്ടോ മെറ്റൽ ഓഹരികൾ തിളങ്ങിയപ്പോൾ നഷ്ടം രേഖപ്പെടുത്തി ഫാർമ, മീഡിയ, ബാങ്ക് ഓഹരികൾ. ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞുവെന്ന് പഠനം. സാമ്പത്തിക വളർച്ച 7% നിന്ന് താഴെയായെന്ന് റോയിട്ടേഴ്സ് പോൾ. വെളിപ്പെടുത്തൽ അവസാനപാദ GDP ഡേറ്റകൾ ഇന്ത്യ ഇന്ന് പുറത്തുവിടാനിരിക്കെ. IMFൽ നിന്ന് $6 ബില്യൺ വായ്പയെടുക്കാൻ പദ്ധതിയിട്ട് പാകിസ്ഥാൻ. നടപടി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ IMFുമായുള്ള ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ പാകിസ്ഥാന് $2 ബില്യൺ വായ്പ നൽകി ചൈന. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ മർച്ചന്റ് അക്കൗണ്ടുകൾ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് യെസ് ബാങ്ക്. KYC പോളിസി അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തും. ബാങ്കുകളെ സംബന്ധിച്ച് ക്രോസ് സെല്ലിലുള്ള അവസരം നേട്ടമെന്ന CEO പ്രശാന്ത് കുമാർ. ടെലികോമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറെടുത്ത് ഭാരതി എന്റർപ്രൈസസ്. സിംഗപ്പൂർ ലിസ്റ്റഡ് പാക്കേജ്ഡ് ഫുഡ്സ് കമ്പനിയുമായുള്ള സംയുക്ത സംരംഭം ഡെൽമോണ്ടെ ഫുഡ്സിൽ നിന്ന് പിന്മാറിയേക്കും. ഡെൽമോണ്ടെ ഓഹരി വിൽക്കാൻ താൽപര്യപ്പെട്ട ഭാരതി എന്റർപ്രൈസസ്. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. രാജ്യത്തുടനീളമുള്ള പണപ്പെരുപ്പവും GDP കണക്കുകളും കാത്തിരിക്കുന്ന ആഗോള ദുർബലമായ സൂചനകൾക്കിടെ നഷ്ടത്തിൽ ആരംഭിച്ച ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികൾ നിലവിൽ ഫ്ളാറ്റായാണ് വ്യാപാരം നടത്തുന്നത്. സെക്ടറിൽ ഓട്ടോ മെറ്റൽ സൂചികളിൽ നേട്ടം തുടരുമ്പോൾ ബാക്കി സൂചികളൊക്കെ തന്നെ ഒരിടിവിലായിരുന്നു. ഉയർന്ന ചാഞ്ചാട്ടങ്ങൾക്കിടെ വിപണി പ്രവചനാതീതമായി എന്ന് തന്നെ പറയാം. വലിയൊരു രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രകടമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി നിലവിൽ ഇപ്പോൾ വ്യാപാരം തുടരുന്നത് പോസിറ്റീവ് മോഡിലാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരു നെഗറ്റീവ് മോഡലായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവചനാതീതമാണ്. ഇപ്പോൾ 9 പോയിന്റ് ഉണർവിൽ 21,960 പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും 88 പോയിന്റ് ഉണർവിൽ 46,052 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഒരു നേരിയ നേട്ടം തിരിച്ചു വന്നിട്ടുണ്ട്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് വരികയാണെങ്കിൽ 55 പോയിന്റ് നേട്ടത്തിൽ 20,396 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്
സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും ലോ ആയിട്ട് പോയിട്ടുള്ള പോയിന്റ് 21,860 അതൊരു 22,000 താഴെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഹൈ ആയിട്ട് 22,022 വരെ കടന്നിരുന്നു. അതായിരുന്നു ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് 22,022 വരെയായിരുന്നു. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും നിലവിലിപ്പോൾ പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം നടക്കുന്നത്. 89 പോയിന്റ് നേട്ടത്തിൽ 72,394 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഡെറിവേറ്റീവുകളുടെയൊക്കെ തന്നെ കാലാവധിയാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ നേട്ടത്തിലായിരിക്കും, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം ഇന്ന് ഓഹരി വിപണിയിൽ പ്രകടം തന്നെയാണ്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ് DBFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയൊരു ചാഞ്ചാട്ടത്തിനൊക്കെ തന്നെ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരിക്കാം ഈ ചാഞ്ചാട്ടത്തിന് കാരണം? മറ്റൊന്ന്, ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികളിൽ സെബി ഏർപ്പെടുത്തിയൊരു നിയന്ത്രണം ഓഹരി വിപണി ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട്? ഗുഡ് ആഫ്റ്റർനൂൺ സുരശ്രീ. ഒന്നാമത്തെ കാര്യം, ഇന്ന് F&O എക്സ്പയറി ആണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ F&O എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി മാസത്തിലുള്ള കോൺട്രാക്റ്റുകൾ, ഓപ്പൺ ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഉള്ള കോൺട്രാക്റ്റുകളെല്ലാം ഇന്ന് 3:30 അതെല്ലാം എക്സ്പയർ ആകണം. ഒന്നുകിൽ അത് സെൽ ഓഫ് ആയി പോകണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആകും. അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാർക്കറ്റിലുണ്ടായ ഒരു വലിയ ഫോളിന് ശേഷം ഇന്ന് മാർക്കറ്റ് മോർണിംഗിലൊന്ന് റിക്കവർ ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷേ 22,000 ലെവൽ ജസ്റ്റ് കടന്നതോടുകൂടി വീണ്ടും സെല്ലിങ് വന്നു 21,860 വരെ വന്നു. ഇപ്പോൾ ഈ 21,850 എന്നുള്ളൊരു ലെവല് വിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനാലിസിസ് ഇന്നലെ. അപ്പോൾ ഇന്നിപ്പോൾ സെക്കൻഡ് ഹാഫിൽ വീണ്ടും സെല്ലിങ് വന്നാലും 21,850 എന്നുള്ള ലെവലിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ മാർക്കറ്റിന് മുന്നിലുള്ള ഒരു ക്വസ്റ്റ്യൻ, മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമുക്ക് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പിന്നെ ഈ സെബി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിൽ. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു വാർണിംഗ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പുകളുടെ വാല്യുവേഷൻസ് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന് മ്യൂച്വൽ ഫണ്ടുകളെ അഡ്വൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ തന്നെ ഇതിനു മുമ്പ് പലതവണയും മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലുള്ള ചില ഒരു എക്സസീവ് വാല്യുവേഷനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അതിൽ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ താല്പര്യമുള്ള ഒരു ഏരിയയാണ്. പക്ഷേ കുറച്ചൊരു കോഷ്യസ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് താഴേക്ക് പോകുമെന്നുള്ള അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. ലാർജ് ക്യാപ്പിൽ ഇപ്പോഴും നല്ല വാല്യൂ ഉള്ള നല്ല ഷെയർസ് ഉണ്ട്. ഇന്നലെ നിഫ്റ്റിയിലേക്ക് ഒരു ഷെയർ ആഡ് ചെയ്തിരുന്നു. UPL നിഫ്റ്റിയിൽ നിന്ന് പോയി, ശ്രീറാം ഫിനാൻസ് നിഫ്റ്റിയിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് 50 എന്ന് പറയുന്ന നിഫ്റ്റിയിലേക്ക് കുറേ ഷെയറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡെക്സിന്റെ റീജിങ്ങിലും ഉള്ള ഒരു മൂവ്മെന്റും മാർക്കറ്റിൽ ഇപ്പം നമുക്ക് ഇന്ന് ദൃശ്യമാണ്. റിലയൻസ് ഡിസ്നി ഡീല് ഒരു ഉദ്ദേശിച്ച ഒരു റിസൾട്ട് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഡെറിവേറ്റീവുകളുടെ ഒരു പ്രതിമാസ കാലാവധിയുടെ അവസാന ദിവസമായതിനാൽ തന്നെ അസ്ഥിരതയൊന്നും തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. കൂടുതൽ വിപണി വാർത്തകളുമായി മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോക്ക് സിംബിളിൽ 4:45 കാണാം. ഇനി ഗുഡ് ആഫ്റ്റർനൂണിൽ ഹാഷ്മി തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:51:34. കുറച്ച് പേരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ അറിയാം. ഇവിടെ ജേർണി ത്രൂ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ നിന്ന് പ്രേക്ഷകൻ പറയുകയാണ് കേട്ടോ. കുട്ടികൾക്ക് 5th എക്സാം. കൊടും ചൂടാണ് കോട്ടയം ജില്ലയിൽ. ഉച്ചയ്ക്കാണ് എക്സാം. രാവിലെയാക്കാൻ ബന്ധപ്പെട്ടവരോടൊന്ന് പറയാവുമെന്ന് ചോദിക്കുകയാണ്. അത് ഏറ്റവും യുക്തിപരമായ ഒരു ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കോളം വലിയ ചൂടാണ്. മാത്രമല്ല കോട്ടയത്തൊക്കെ ചൂട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പിന്നെയും റോക്കറ്റ് പോലെ കുത്തനെ മേപ്പോട്ട് കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് പരിഗണിക്കാവുന്ന വിഷയമാണെന്ന് തോന്നുന്നു. കൊച്ചുകുട്ടികളാണ്. ഉച്ചയ്ക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങി കുട പിടിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കേൾക്കണമെന്നില്ല. അത് കേൾക്കാവുന്ന അത് പ്രാക്ടിക്കലാക്കാവുന്ന ഒരു നിർദ്ദേശമാണെന്ന് തോന്നുന്നു. കേരള ബാങ്ക് ലയനം ശരിവെച്ച് കോടതി. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ബാങ്കുകൾ തമ്മിലുള്ള ലയനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ചെയർമാൻ UA ലത്തീഫ് MLA ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. വിശദമായ വാദം കേട്ട ശേഷമാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. ലയനപ്രമേയമോ അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ ഇല്ലെങ്കിലും ജില്ലാ സഹകരണ ബാങ്കുകളെ ഏറ്റെടുക്കാമെന്നാണ് സഹകരണ സൊസൈറ്റി നിയമ ഭേദഗതി അംഗീകരിച്ചാണ് ഉത്തരവ്. ജില്ലാ സഹകരണ ബാങ്കുകളെ ഈ നിയമത്തിലൂടെ ഏറ്റെടുക്കാൻ കേരള ബാങ്കിന് അധികാരമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. നേരത്തെ സംസ്ഥാനത്തെ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൽ ലയിച്ചപ്പോൾ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാത്രം ലയനത്തിനെതിരെ പ്രമേയം പാസാക്കി.
തുടർന്ന് മലപ്പുറം ബാങ്കിൽ ലയിപ്പിക്കാൻ സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഓർഡിനൻസിനെതിരായ ഹർജികൾ സിംഗിൾ ബെഞ്ച് തള്ളുകയും നിയമസഭയിൽ നിയമം കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഓർഡിനൻസിന് പകരം ലയനം സംബന്ധിച്ച് നിയമം പാസാക്കി. 24 കൊച്ചി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടാം പ്രതി ഒഴികെയുള്ളവർ 8 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. തലശ്ശേരി കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഉത്തരവ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, തിരുവോണനാളിൽ പി ജയരാജനെതിരെ ഉണ്ടായ വധശ്രമം എപ്പോഴും CPM പറയാറുള്ളതാണ്. അത് മാത്രമല്ല, ഒരു വലിയ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണത്, അതിജീവനത്തിൻ്റെ സംഭവം കൂടിയാണ്. ഈ ജനുവരി 4 ഇറങ്ങിയ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ശ്രീകാന്ത്? ഇതിന്റെ ഓർഡർ ഈ ഘട്ടത്തിലാണ് കിട്ടുന്നത്. ജനുവരി 11-നാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. പക്ഷേ പ്രതിഭാഗമോ വാദിഭാഗമോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വിട്ടിരുന്നില്ല. അത് സ്വാഭാവികമായും അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തവുമല്ല. എന്തായാലും ഇപ്പോൾ തലശ്ശേരി കോടതി ശിക്ഷിച്ച പ്രതികൾ, അതിൽ 8 പേരെ കോടതി വെറുതെ വിട്ടു. ഒരാളെ കോടതി ഇപ്പോൾ അയാളുടെ ശിക്ഷ ശരിവെച്ചിരിക്കുന്നു. ചില വകുപ്പുകളിലാണ്, അതായത് ബോധപൂർവമായ വധശ്രമം, അതിലാണ് പ്രശാന്തിന്, രണ്ടാം പ്രതി പ്രശാന്തിനെ ശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അവരുടെ പേരിങ്ങനെയാണ്. ഒരാൾ പാറ ശശി, എളംതോട്ടിൽ മനോജ്, ജയപ്രകാശൻ, അതോടൊപ്പം തന്നെ കുനിയിൽ ഷനൂപ്, കൊവ്വേരി പ്രമോദ്, തൈക്കണ്ടി മോഹനൻ, അതോടൊപ്പം കടിച്ചേരി അജി, ചിറയൻകണ്ടത്ത് പ്രശാന്ത്, അയാളെയാണ് നിലവിൽ ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം കൊയ്യോൻ മനു, ഇത്രയും പ്രതികളെ കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം, പ്രതികൾക്ക് എതിരായി ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുള്ളതാണ് നിലവിൽ കോടതി വെറുതെ വിടുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത്. ജനുവരി 4-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നതും ജനുവരി 11-ന് ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവരികയും ചെയ്തു. പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങൾ അടക്കം പുറത്തേക്ക് വരുന്നതിന് കാലതാമസം നേരിടുകയും ചെയ്തു. ഇരു വിഭാഗത്തു നിന്നും ഈ വാർത്ത അല്ലെങ്കിൽ ഇത്തരം ഈ കാര്യം പുറത്തേക്ക് വരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇതിന്റെ പകർപ്പടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ ഭാഗത്തെ വീഴ്ചയാണ് പ്രതികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. RSS പ്രവർത്തകരായിരുന്നു ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. 8 പ്രതികൾ ആണ് വെറുതെ വിട്ടത്. ഒരാൾ മാത്രമാണ് കുറ്റക്കാരൻ. അതിൽ പ്രശാന്ത് എന്ന് പറയുന്ന പ്രതി മാത്രമാണ്. പി ജയരാജനെ തിരുവോണ നാളിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച് മൃതപ്രായനാക്കിയ കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ കോടതി ഒട്ടുമിക്ക എല്ലാവരെയും, ഒരാളൊഴികെ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചത്? പ്രോസിക്യൂഷന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകട്ടെ. ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, തോമസ് മാത്തൻ ചോദിക്കുന്നു, ഹാഷ്മിനി ലോകായുക്തയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ലോകായുക്ത അനാവശ്യമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ പല്ല് നഖമില്ലാത്തൊരു ലോകായുക്തയ്ക്ക് എത്രത്തോളം ഇനി പ്രസക്തി ഉണ്ട് എന്ന കാര്യം ചോദ്യമാണ് കേട്ടോ. മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകളെ തുരത്തണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസം. വന്യജീവി ആക്രമണത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാരോപിച്ച് സർക്കാരിനെതിരെ ഇടുക്കി രൂപതയും രംഗത്തെത്തി. പടയപ്പയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. നിരാഹാര സമരം തുടങ്ങി 3 ദിവസമായിട്ടും RRT സംഘത്തെ വിപുലീകരിക്കുന്നതൊഴിച്ച ഡീൻ കുര്യാക്കോസ് MPയുടെ ഒരാവശ്യവും വനം വകുപ്പ് പരിഗണിച്ചിട്ടില്ല. ആരോഗ്യനില പരിഗണിച്ച് ഡീൻ കുര്യാക്കോസ് MPയെ അറസ്റ്റ് ചെയ്ത് നീക്കാനും സാധ്യതയുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ്. ജീവിക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള പ്രതിരോധമാണ് സർക്കാർ തീരുത്തിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അവർ കുറേ തീരുമാനങ്ങൾ കൈക്കിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നലെയും ഉന്നതതല യോഗം ഉണ്ടായിരുന്നു, CCF ഉണ്ടായിരുന്നു, അങ്ങനെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നു പോകരുതെന്ന് ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിന് ഉള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽരാജ് പകർത്തിയ പടയപ്പയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആനയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 24 ഇടുക്കി. തോമസ് ജേക്കബ് മാത്യു കുറേ തവണ ചോദിക്കുന്നുണ്ടായിരുന്നു, ഹാഷ്മി മൂന്നാറിലെ പടയപ്പ വാർത്ത, പടയപ്പ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പടയപ്പ കണ്ടു. വയനാട് വാഗേരി മുടക്കൊല്ലിൽ വീണ്ടും കടുവ ഇറങ്ങി. പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ പുലി ഇറങ്ങിയെന്ന സംശയത്തെ തുടർന്ന് വനം വകുപ്പ് തെരച്ചിൽ തുടങ്ങി.
മൂടക്കൊല്ലിയിൽ യുവകർഷകൻ പ്രജീഷ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതേ സ്ഥലത്താണ് വീണ്ടും കടുവയിറങ്ങിയത്. രാവിലെ 9 മണിയോടെ ജോലിക്കായി പുറത്തേക്കിറങ്ങിയ രമേശൻ എന്നയാളാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ കടുവയെ കാണാതായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിശോധന തുടരുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ പുലിയെ കണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. നേരത്തെ പുലിക്കായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചതിന് മീറ്ററുകൾ മാത്രമകലെയാണ് നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത്. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്. 1993 സ്ഫോടന പരമ്പര കേസിൽ അബ്ദുൽ കരീം തുണ്ടയെ കുറ്റമുക്തനാക്കിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അജ്മീറിലെ പ്രത്യേക കോടതിയാണ് തുണ്ടയെ കുറ്റമുക്തനാക്കിയത് എന്ന വാർത്ത. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സമയത്തിന് അറിയാൻ കഴിയും. അനീഷ് പ്രസാദ് പറയാം കേട്ടോ, ലോകായുക്ത താടിയില്ലാത്ത ഹാഷ്മിയെ പോലെ ആയിരുന്നു. അല്ലെങ്കിൽ താടിയുള്ളപ്പനെ വേടിയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലി നേരത്തെ ഉള്ളതാണ്. അപ്പോൾ താടി പോയ ലോകായുക്ത ഇനി ആര് വേടിക്കും എന്നത് ചോദ്യമാണ്. വിവാദ പരാമർശത്തിൽ BJP വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധുവിനെ നീക്കി. പുൽപ്പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട് ലോഹ പരാമർശത്തിലാണ് നടപടി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനാണ് പകരം ചുമതല. പുൽപ്പള്ളി ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് KP മധു നടത്തിയ പരാമർശമാണ് സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ലോഹയിട്ടവരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നായിരുന്നു ജില്ലാ അധ്യക്ഷൻ KP മധുവിന്റെ വിവാദ പരാമർശം. പ്രസ്താവന പിൻവലിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് KP മധു പിന്നീട് നിലപാട് തിരുത്തിയെങ്കിലും ക്രൈസ്തവ വോട്ടിന് നിർണായക സ്വാധീനമുള്ള ജില്ലയിൽ KP മധുവിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ശരിയല്ലെന്ന് സംസ്ഥാന നേതാക്കളിൽ തന്നെ അഭിപ്രായമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മധുവിനെ നീക്കാനുള്ള തീരുമാനം. ജില്ലാ ജനറൽ സെക്രട്ടറിയും K സുരേന്ദ്രന്റെ വിശ്വസ്തനുമായ പ്രശാന്ത് മലവയലിനാണ് പകരം ചുമതല. 24 വയനാട്. റേഷൻ വിതരണം നാളെ കൂടി നീട്ടുന്നൊരു വാർത്ത വരുന്നുണ്ട്. ഈ മാസത്തെ റേഷൻ വിതരണം നാളെ കൂടി നൽകുമെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ആധാർ സെർവറിലുണ്ടായ തകരാറ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷൻ വിതരണം അങ്ങനെ സുഗമമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല. പോസ്റ്റ് മെഷീനിലെ തകരാറാണ്, പുതിയ കാര്യമൊന്നുമല്ല തകരാറ്. മലപ്പുറം താനൂർ ഒട്ടുംപുറത്ത് നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തിയത് വെള്ളത്തിൽ മുക്കിയെന്നും മൊഴി. മാനഹാനി ഭയന്നാണ് കൊലപാതകമെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. ഈ മാസം 24-നാണ് ഒട്ടുംപുറം സ്വദേശി ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. 27-ന് ഡിസ്ചാർജ് ആയ ശേഷം വീട്ടിലെത്തിയ ജുമൈലത്ത് കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം മുക്കിക്കൊലപ്പെടുത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഉമ്മയും മറ്റു 3 മക്കളും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ക്രൂരകൃത്യം. തുടർന്ന് മുറ്റത്ത് കുഴിച്ചിട്ടു. 1.5 വർഷത്തോളമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന യുവതി ഇതിനിടയിൽ ഗർഭിണിയായ കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. കുഞ്ഞുണ്ടായ കാര്യം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്നാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. ഈ സ്ത്രീ ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. ഈ പെണ്ണിൻ്റെ ആങ്ങളമാരോടൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പ് തന്നെ നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ് എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയണേ. ഇന്ന് രാവിലെ യുവതിയെ സംഭവസ്ഥലത്തെത്തിച്ചായിരുന്നു പോലീസിന്റെ പരിശോധന. മൃതദേഹം പുറത്തെടുത്ത് മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം യുവതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. താനൂർ CIക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. യുവതിയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. 24 മലപ്പുറം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ മനുഷ്യാസ്ഥികൂടം പുറത്തെടുത്തു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അസ്ഥികൂടം പുറത്തെടുത്തത്. സ്ഥലത്ത് നിന്നും തലശ്ശേരി സ്വദേശിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. മരിച്ചത് പുരുഷനാണെന്നാണ് സൂചന. ഇന്നലെ വൈകുന്നേരം ക്യാമ്പസിലെ ജീവനക്കാരനാണ് പഴയ വാട്ടർ ടാങ്കിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും മതിയായ സുരക്ഷയില്ലാത്തതിനാൽ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സാന്നിധ്യത്തിൽ പോലീസും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഏറെ കഷ്ടപ്പെട്ടാണ് 15 അടി താഴ്ചയിൽ നിന്ന് അസ്ഥികൂടം പുറത്തെടുത്തത്. അസ്ഥികൂടത്തോടൊപ്പം ടാങ്കിൽ നിന്ന് ഷർട്ടിന്റെയും പാന്റിന്റെയും അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തൊപ്പി, ടൈ, റീഡിംഗ് ഗ്ലാസ് എന്നിവയും കണ്ടെത്തി. സമീപത്തു നിന്ന് ഒരു ചെറിയ സ്റ്റൂളും കയറും ലഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ തലശ്ശേരി സ്വദേശിയുടെ പേരാണുള്ളത്. പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടത്തിന് 1 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധന ഉൾപ്പെടെയുള്ള വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ട വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള പരാതികൾ ഉൾപ്പെടെ പരിശോധിക്കാനുമാണ് പോലീസ് നീക്കം. 24 തിരുവനന്തപുരം.
കാരോട്ടം ക്യാമ്പസ് എൻ്റെ ക്യാമ്പസാണ്, ഞാൻ PG പഠിച്ച ക്യാമ്പസാണ്. അത് ഒരു വിശാലമായൊരു ക്യാമ്പസാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്ഥിരമായി പോകാത്ത മേഖലകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് അസ്ഥികൂടം, ആരുടെ അസ്ഥികൂടമാണ്, എന്താണ് സംഭവത്തിൽ ദുരൂഹത എന്ന് പോലീസൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഭിലാഷിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. 6 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൊലപാതകത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിയുന്നത്. പ്രതിയെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തേക്കും. കോഴിക്കോട് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള 14 അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ വീട്ടിൽ ED റെയ്ഡ്. ED ഡൽഹി യൂണിറ്റാണ് പാലക്കാട് വിളയൂർ കൂരാച്ചിപ്പടിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. പശ്ചിമബംഗാളിൽ MK ഫൈസിയുടെ ബിസിനസ് ബന്ധങ്ങളെപ്പറ്റി ED അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. റെയ്ഡിൽ 2 ഫോണുകൾ പിടിച്ചെടുത്തു. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് SDPI നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് ED അന്വേഷണം ശക്തമാക്കിയിരുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ എന്ന തരത്തിൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന് പരാതി. വിദേശത്തുള്ള വള്ളികുന്നം സ്വദേശിയുടെ നമ്പറിൽ നിന്നാണ് വീഡിയോ എത്തിയത്. യുവതിയുടെ സുഹൃത്തുക്കൾക്കുൾപ്പെടെ വീഡിയോ അയച്ചെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മീനുവിന്റെ ഫോണിലേക്ക് ഗൾഫ് നമ്പറിൽ നിന്ന് അശ്ലീല വീഡിയോയും സന്ദേശവും ആദ്യം എത്തിയത്. തുടർന്ന് വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ വീഡിയോ മറ്റു ചിലർക്കും എത്തിയതോടെ മീനു ജില്ലാ പോലീസ് മേധാവിക്ക് കൂടി പരാതി നൽകുകയായിരുന്നു. എന്നിട്ടും സൈബർ ഇടങ്ങളിൽ അത് വ്യാപകമായി പ്രചരിക്കുന്നതുകൊണ്ട് ഇന്ന് ആലപ്പുഴയിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയും നാളുകളിൽ ഞാൻ അടക്കമുള്ള ഒരു സ്ത്രീകൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയിരിക്കുന്നത്. സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷവും വീഡിയോ പലയിടങ്ങളിലായി പ്രചരിച്ചു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കാര്യം വിശദീകരിച്ചെങ്കിലും അപവാദ പ്രചരണം തുടർന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IT ആക്ട് പ്രകാരവും വള്ളിക്കുന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായും കുറ്റക്കാരായവരെ ഉടൻ കണ്ടെത്തുമെന്നും വള്ളികുന്നം പോലീസ് അറിയിച്ചു. 24 ആലപ്പുഴ. പോലീസ് FIR അടിസ്ഥാനത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുതെന്ന് ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് വേണം നടപടിയെടുക്കാനെന്ന് സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന FIR-ന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. വാഹന ഉടമകൾക്ക് വേണ്ടത്ര സമയം കൊടുക്കാറില്ലേ എന്ന് ഹൈക്കോടതി തന്നെ പല കേസുകളിലും ചോദിച്ചിരുന്നു. സ്വാഭാവിക നീതി ഉറപ്പാക്കുന്നതിനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വേണം ഇനി ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗതാഗത കമ്മീഷണർ ADGP S ശ്രീജിത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനോടൊപ്പം മറ്റു ചില മാറ്റങ്ങളും വരുത്തി. ട്രിപ്പിൾ റൈഡിന് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപകടകരമായി വാഹനമോടിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനമിടിച്ചിട്ട് മുങ്ങിയാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനമോടിച്ച് 3 തവണ പിടിച്ചാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. കർഷക സമരത്തിനു നേരെ ഹരിയാന പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ ശുഭകരൺ സിംഗ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പഞ്ചാബ് പോലീസ് കേസെടുത്തു. ഡൽഹി ചലോ മാർച്ചിന്റെ അടുത്ത ഘട്ടം കർഷക നേതാക്കൾ ഇന്ന് പ്രഖ്യാപിക്കും. അതേസമയം കർഷകരുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കം ഹരിയാന പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കർഷകർ പ്രതിഷേധം കടുപ്പിച്ച സാഹചര്യത്തിലാണ് യുവ കർഷകൻ ശുഭകരൺ സിംഗ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസെടുക്കാൻ പഞ്ചാബ് പോലീസ് തയ്യാറായത്. നിയമോപദേശത്തെ തുടർന്നാണ് 0 FIR രജിസ്റ്റർ ചെയ്തതെന്ന് പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ സുഖ്ചൈൻ സിംഗ് ഗിൽ. കേസെടുത്ത സാഹചര്യത്തിൽ ശുഭകരൺ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഉടൻ ഉണ്ടാകുമെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു. കർഷക സമരത്തെ അടിച്ചമർത്താൻ ഹരിയാന പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകരുടെ പാസ്പോർട്ടും വിസയും റദ്ദാക്കുമെന്ന് ഹരിയാന പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധത്തിന്റെ പേരിൽ അക്രമം സൃഷ്ടിച്ചെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമുള്ള പേരിലാണ് കർഷകരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ തീരുമാനിച്ചതെന്ന് അംബാല ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ജോഗീന്ദർ ശർമ്മ പറഞ്ഞു. അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചു. അതേസമയം കർഷക സമരത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കാൻ നേതാക്കൾ ഇന്ന് യോഗം ചേരും. 24 ഡൽഹി. ഇല്ലിനോയി റിപ്പബ്ലിക്കൻ പ്രൈമറിയിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രംപിനെ അയോഗ്യനാക്കി US കോടതി. ബാലറ്റിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നീക്കം ചെയ്യാൻ ഇല്ലിനോയി ജഡ്ജി ഉത്തരവിട്ടു. ഇതോടെ ഇല്ലിനോയി പ്രൈമറിയിൽ ട്രംപിന് മത്സരിക്കാനാവില്ല. 2021 ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ട്രംപിനെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഇല്ലിനോയി വോട്ടർമാർ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കൊളറാഡോ, മെയിൻ തുടങ്ങിയ US സ്റ്റേറ്റുകളും ട്രംപിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. റഷ്യൻ മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ സംസ്കാരം നാളെ നടക്കും. തെക്കൻ മോസ്കോയിലെ പള്ളിയിലാകും സംസ്കാര ചടങ്ങുകൾ. സോഷ്യൽ മീഡിയയിലൂടെ ഭാര്യ യൂലിയ നവൽനയ ആണ് വിവരം പങ്കുവച്ചത്. ചടങ്ങുകൾ സമാധാനപരമായി നടക്കുമെന്ന് ഉറപ്പില്ലെന്ന് യൂലിയ വ്യക്തമാക്കി.
കല്ലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം കായികേതര പരിപാടികൾക്ക് വിട്ടുകൊടുക്കാൻ GCDയെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. സ്റ്റേഡിയം നശിപ്പിക്കാൻ കാരണമാകുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അവാർഡ് ഷോകൾക്കും വലിയ പൊതുസമ്മേളനങ്ങൾക്കും സംഗീത പരിപാടികൾക്കും സ്റ്റേഡിയം വിട്ടു നൽകാനാണ് GCDയുടെ തീരുമാനം. 2024-25 വർഷത്തെ ബജറ്റിലാണ് നിർദ്ദേശം. ടർഫിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ പോളിയെത്തലീൻ ഉപയോഗിച്ച് UV സ്റ്റെബിലൈസേഷനുള്ള പ്രൊട്ടക്ഷൻ ടൈലുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ സ്റ്റേഡിയം തകർക്കാനുള്ള തീരുമാനമാണ് GCDയുടേതെന്ന് മുൻ ചെയർമാൻ N. വേണുഗോപാൽ 24നോട് പറഞ്ഞു. മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ടുണ്ട്, രാജേന്ദ്ര മൈതാനമുണ്ട്, അങ്ങനെയുള്ള ഗ്രൗണ്ടുകളുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ പുറത്തെ ഗ്രൗണ്ടുകളുണ്ട്. അത്തരം ഗ്രൗണ്ടുകൾ അതിനുപയോഗിക്കുകയും കായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ശരി. അതല്ലാണ്ട് മറ്റൊരു തീരുമാനവും എടുക്കാൻ പാടില്ല. എടുത്തത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ്. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് കായിക പ്രേമികളുടെയും ആവശ്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയായ കലൂർ സ്റ്റേഡിയത്തിൽ വർഷത്തിൽ 5 മാസം മാത്രമാണ് മാച്ചുകൾ നടക്കുന്നത്. 24 കൊച്ചി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് അഗ്നിശമന സേനയുടെ റിപ്പോർട്ട്. പ്ലാന്റിനുള്ളിലേക്ക് ഫയർ എഞ്ചിനുകൾ എത്തിക്കാൻ വഴിയില്ല. ആവശ്യത്തിന് വാച്ച് ടവറുകളില്ലെന്നും അഗ്നിരക്ഷാസേന ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് സമർപ്പിച്ച് 1 മാസമായിട്ടും കൊച്ചി കോർപ്പറേഷൻ വിഷയത്തിൽ നടപടിയെടുത്തിട്ടില്ല. പ്ലാന്റിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരുന്നത് അവസാനിപ്പിച്ചതും ഫയർ വാച്ചർമാരെ നിയോഗിച്ചതും ഒഴിച്ചാൽ സുരക്ഷാ നടപടികളിൽ കാര്യമായ പുരോഗതി ബ്രഹ്മപുരത്തില്ല. പ്രവേശന കവാടം ഉൾപ്പെടെ പ്ലാന്റിനുള്ള റോഡുകളൊന്നും ഗതാഗത യോഗ്യമല്ല. ഉൾപ്രദേശത്തേക്ക് ഫയർ എഞ്ചിനുകൾക്ക് പോലും പോകാനാകുന്നില്ല. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വാട്ടർ സ്പ്രേയിംഗ് സിസ്റ്റമില്ല. അടിയന്തര ഘട്ടങ്ങളിൽ കടമ്പ്രയാറിൽ നിന്നും വെള്ളമെത്തിക്കാനുള്ള ഇലക്ട്രിക് പമ്പും പ്രവർത്തനരഹിതം. ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ തീപിടുത്തത്തിന് പിന്നാലെ നൽകിയ സുരക്ഷാ നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും നടപ്പായില്ലെന്നാണ് ഫയർഫോഴ്സിന്റെ പുതിയ റിപ്പോർട്ട്. അനുദിനം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായാൽ എന്തു ചെയ്യുമെന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം. വീണ്ടും അവിടെ ചെറിയ കത്തുപിടുത്തം ഉണ്ടായി. അപ്പോൾ ഇതിന് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്, ഫയറിന്റെ റിപ്പോർട്ട് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ള യാതൊരു നിർദ്ദേശങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഒരു ജനവഞ്ചനയാണ്. കാരണം ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ട് നാളെ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ട ഭരണകൂടം ഇതൊന്നും ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 കൊച്ചി. വിശ്വനാഥ് ചോദിക്കുന്നുണ്ട്, ഇവിടെ ലോകായുക്തയുടെ പല്ലും നഖവും പിഴുന്ന കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരേ നിലപാടെടുക്കുന്നത് 2 കൂട്ടരുടെയും അഴിമതി പുറത്തു വരാതിരിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല കേട്ടോ. സാബു ചോദിക്കുന്നു, ഹാഷ്മി ചേർത്തലയിൽ ഒരു സ്ത്രീ കടക്കുള്ളിൽ തൂങ്ങി മരിച്ചത് അറിഞ്ഞില്ലേ? വിപിൻ ബിന് താഴെ പറയുന്നു, സാബു അതൊക്കെ നേരത്തെ പറഞ്ഞു പോയി, ക്ലാസ്സിൽ ശ്രദ്ധിക്കണം സാബു. MG സർവകലാശാല കലോത്സവത്തിന്റെ 4ാം ദിവസം പോരാട്ടം എറണാകുളം ജില്ലയിലെ കോളേജുകൾ തമ്മിൽ. നാലാം ദിനത്തിലും കോട്ടയത്തിന്റെ മനം കവരുകയാണ് കലാപ്രതിഭകൾ. ഇന്ന് 10 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ദഫ്മുട്ട് മത്സരമായിരുന്നു ആദ്യം. മത്സരങ്ങൾ നടക്കുന്ന CMS കോളേജ് അടക്കമുള്ള വേദികൾ കാണികളാൽ സമ്പന്നം. ഇതുവരെയുള്ള മത്സരഫലങ്ങൾ വന്നുകഴിഞ്ഞപ്പോൾ എറണാകുളത്തെ കോളേജുകൾ തമ്മിലാണ് പോരാട്ടം. തേവര സേക്രഡ് ഹാർട്സ് കോളേജാണ് 1ാം സ്ഥാനത്ത്. സെന്റ് തെരേസസ് കോളേജും തൃപ്പൂണിത്തുറയിലെ RLV കോളേജും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച 2ഉം 3ഉം സ്ഥാനത്തുണ്ട്. അപ്പീലുകൾ കൂടുന്നതിനാൽ ഫലപ്രഖ്യാപനം വൈകുകയാണ്. 24 കോട്ടയം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ക്യാൻസറിനെ അതിജീവിച്ചവരുടെ സംഗമം ഒരുക്കി ആസ്റ്റർ മെഡിസിറ്റി. അർബുദത്തെ അതിജീവിച്ചവർ അനുഭവം വിവരിക്കുന്ന ക്യാൻസ്പയർ പുസ്തകത്തിന്റെ 3ാം പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് സധൈര്യം മടങ്ങി വന്ന മനുഷ്യർ പ്രത്യാശകളും അനുഭവ കഥകളും പങ്കുവച്ച് ആസ്റ്റർ മെഡിസിറ്റി ക്യാമ്പസിൽ ഒത്തുകൂടി. ക്യാൻസറിനോട് ധീരമായി പൊരുതി മറ്റുള്ള രോഗികൾക്ക് പ്രചോദനമായി മാറിയ മനുഷ്യരുടെ അതിജീവന കഥകൾ പറയുന്ന ക്യാൻസ്പയർ പുസ്തകത്തിന്റെ 3ാം പതിപ്പും ചടങ്ങിൽ പുറത്തിറക്കി.
24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ഞാൻ പറയുന്നത് ഈ ആസ്റ്റർ മെഡിസിറ്റി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മയുണ്ട്, രോഗികളുടെ ഈ സംഗമവും അതേപോലെ അവരെ സഹായിക്കാൻ മഹാമനസ്കത കാട്ടുന്ന കുറേ മനുഷ്യരും, ഇവരുടെ ഈ സംഗമം നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ ഒരുപാട് പണച്ചെലവുള്ള ചികിത്സയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ സങ്കടമാണ്. ആസ്റ്റർ മെഡിസിറ്റി ഹെമറ്റോ ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാമസ്വാമി NBയുടെ വാക്കുകൾ അതിജീവിതർക്ക് പ്രചോദനമായി. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമുള്ള നിർധനർക്ക് ചികിത്സാ സഹായം സ്വരൂപിക്കാൻ മുൻകൈയെടുക്കുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിന്റെ ഭാഗമായി. 24 കൊച്ചി. ക്യാൻസ്പയർ എന്നാണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഇൻസ്പയർ എന്ന 2 വാക്കുകൾ ചേർത്ത് ഏറ്റവും ക്യാൻസർ രോഗികൾക്ക് അല്ലെങ്കിൽ അതിജീവർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു വാക്ക് തന്നെയാണ്. ആ വാക്കിന് എല്ലാവിധ ആശംസകളും. ഇവിടെ വസന്തകുമാരി കെ പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ പേര് എന്ന് പറയുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണെങ്കിൽ കൂടിയും അതിന് വലിയ പ്രസക്തിയുണ്ട് എന്ന നിരീക്ഷണം ഉയരുന്ന കാലമാണല്ലോ. സംസ്ഥാനത്ത് ചൂടിനൊട്ടും കുറവില്ല. നാളെയും ചൂട് വരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരുക. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചില ജില്ലകൾ ഉയരുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കൊടുംചൂടാണ്. ഹാഷ്മി, കൊടുംചൂടിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് പല ജില്ലകളും ചുട്ടുപൊള്ളുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, അതായത് ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാധാരണ ഈ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചൂട് അത് തൃശ്ശൂരിൽ വെള്ളാനിക്കരയിൽ 37.7, കോട്ടയത്ത് 37.5, പുനലൂരും ആലപ്പുഴയും ഒക്കെ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കഴിഞ്ഞ ദിവസം ചൂട് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല രാത്രി കാലങ്ങളിലും ഈ താപനില ഉയർന്നു തുടരുന്നു എന്നുള്ളതാണ്. രാത്രി താപനിലയും ഉയരുന്നുണ്ട്. നിലവിൽ 28 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ രാത്രി താപനില പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉയർന്ന അന്തരീക്ഷ ആർദ്രത അത് 80% കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. അസ്വസ്ഥമായ അന്തരീക്ഷ സ്ഥിതിക്ക് ഇത് കാരണമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ഈ ചൂട് തുടരും. അത് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ തുടരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായ ജാഗ്രത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഹാഷ്മി, അപ്പോൾ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കുക. ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുക. കഴിവതും പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്നവർ പുറത്തിറങ്ങാതെ വീടിനകത്ത് തന്നെ ഇരിക്കാനൊക്കെ നോക്കുക. വലിയ ചൂടാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ആ വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.